യൂട്യൂബ് ഈ മൊബൈൽ ഫോൺ ലെൻസുകൾ ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. 219 റുപ്പീസാണ് ഇതിൻ്റെ വില. സോ ഇതിൽ 3 ലെൻസ് കിട്ടും നിങ്ങൾക്ക്. ഒന്നാണ് ഫിഷ് ഐ ലെൻസ്. ഇത് 180 ഡിഗ്രി വരെ നിങ്ങൾക്ക് ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. 180 ഡിഗ്രി മൊത്തം ഫോട്ടോ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ ഇത് മാക്രോ. ഇത് ചെറിയ ഇൻസെക്റ്റോ അത് ഫ്ലവേഴ്സിൻ്റെ ആയിട്ട് ഫോട്ടോ എടുക്കാനാണ് ഈ മാക്രോ ലെൻസ് ഉപയോഗിക്കുന്നത്. അതേപോലെ ഇതാണ് വൈഡ് ആംഗിൾ ലെൻസ്. സോ ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ മൊബൈലിൽ കിട്ടുന്ന ഫീച്ചറാണ് വൈഡ് ആംഗിൾ. സോ അതിൻ്റെ ലെൻസാണ്. ഇത് 0.67x ആണ് ഇതിൻ്റെ റേഞ്ച്. സോ ഇത് മൊബൈൽ ഫോണിലേക്കുള്ള ക്ലിപ്പാണ്. ഈ ക്ലിപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് വാങ്ങാവുന്നതിന് പ്രശ്നമില്ല. ഇതിൽ പ്ലാസ്റ്റിക്കും പിന്നെ മെറ്റലുമാണ് ഈ ലെൻസ്. ഇത് 219 എന്ന് പറയുന്ന ചെറിയ പൈസയുണ്ട്. ഇത് നല്ലതല്ല, ഇതിൻ്റെ വില കൂടിയതുകൊണ്ട്. സോ ഇനി ഇതിൻ്റെ ഫോട്ടോഗ്രാഫി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഈ ലെൻസ് വെച്ചിട്ട്. എന്ന് പറയുന്നത് വെൽവെറ്റാണ്. സോ ഈ ക്ലോത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ ലെൻസിനെ ക്ലീൻ ആക്കാനോ അതോ മൊബൈൽ ഫോണിൻ്റെ ബാക്ക് ക്യാമറ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നമുക്ക് ലെൻസെല്ലാം എടുത്തു വെക്കാൻ പറ്റുന്നതും കൂടിയാണ്. സോ ഈ ലെൻസ് എല്ലാ മൊബൈലിലേക്കും യൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഐഫോൺ, സാംസങ് എല്ലാ മൊബൈലിലേക്കും. അതിപ്പോൾ 3 ക്യാമറ ആയിക്കോട്ടെ, 4 ക്യാമറ ആയിക്കോട്ടെ, 2 ക്യാമറ ആയിക്കോട്ടെ, ഏത് മൊബൈലിലേക്ക് ഏത് ക്യാമറയ്ക്ക് ആണെങ്കിലും ഈ ലെൻസ് ഫിറ്റ് ചെയ്യാം. സോ ഇത് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൊബൈൽ ഫോണിൻ്റെ ബാക്ക് ക്യാമറയിലേക്ക് കറക്റ്റ് ഈ ക്ലിപ്പ് ഇതേപോലെ വെക്കാം, കറക്റ്റാക്കി വെക്കാം. അത് കഴിഞ്ഞ് ഇതിൽ നിന്ന് നമുക്കിപ്പോൾ മാക്രോ എടുത്ത് നോക്കാം. ഫസ്റ്റ് മാക്രോയിൽ ഷൂട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് വൈഡ് ആംഗിളിലേക്ക് പോകാം, പിന്നെ ഫിഷ് ആയി. സോ മാക്രോ ഇതുപോലെ തിരിച്ച് ഫിറ്റാക്കാം. ഫിറ്റാക്കി കഴിഞ്ഞാൽ മാക്രോ ലെൻസ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഫോട്ടോഗ്രാഫി എടുത്ത് നോക്കാം. നമുക്കിനി മാക്രോ ലെൻസ് ഉപയോഗിച്ച് നമുക്ക് ഈ ഫ്ലവറിൻ്റെ ഫോട്ടോഗ്രാഫി എടുക്കാം. അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ ഉപയോഗിക്കുന്നത് വോസ്കോ എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയറാണ്. നിങ്ങൾക്ക് നോർമൽ ക്യാമറയിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്നതാണ്. വോസ്കോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഞാൻ ഉപയോഗിക്കാൻ കാരണം ഇതിൽ എക്സ്പോസർ ലോക്ക്ഡ് ആയിട്ട് വരും. നിങ്ങൾക്ക് സൂം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ഥലത്തേക്ക് ടാപ്പ് ചെയ്താൽ ആ ഫോക്കസ് ലോക്ക്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. അടുത്തതായി നമുക്കിന് വൈഡ് ആംഗിൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി വൈഡ് ആംഗിൾ നേരത്തെ മാക്രോ വെച്ച പോലെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് മാക്രോൻ്റെ മുകളിലേക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യേണ്ടതാണ്. സോ ഞാൻ ഫസ്റ്റ് ഈ ഫോണിൽ നോർമൽ ഫോട്ടോഗ്രാഫി എടുക്കും. അത് കഴിഞ്ഞ് വൈഡ് ആംഗിൾ ഫോട്ടോ എടുക്കും. അതേപോലെ A70ൻ്റെ നോർമൽ ഫോട്ടോവും വൈഡ് ആംഗിൾ ഫോട്ടോവും ഞാൻ ഇതിലിട്ട് തരാം. എന്നിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാം ഏത് ഫോട്ടോ ആണ്, ഏത് വൈഡ് ആംഗിളാണ് നല്ലതെന്ന്. സോ ആ ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. സോ അടുത്തതായി നമുക്ക് ഫിഷായി നോക്കാം. അതിന് ഈ 2 ലെൻസും നമുക്ക് ഊരിയിട്ട് കവറിട്ട് വെക്കാം. ഫിഷ് ഐ ലെൻസ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഫിക്സ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഫിഷ് ഐ ലെൻസ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് 180 ഡിഗ്രി നിങ്ങൾക്ക് ഇത് ഫോട്ടോ കിട്ടും. സോ ഇതിട്ട് നമുക്ക് ഫോട്ടോ എടുത്ത് നോക്കാം. എനിക്കൊന്ന് ഈ 3 ലെൻസിൽ ഇതാണ് ഏറ്റവും ഉപകാരപ്പെട്ടതെന്ന് ഫിഷ് ഐ. കാരണം ഇത് മൊബൈലിലൊന്നും നമുക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റുന്നതല്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു ആപ്പ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് 360 ഡിഗ്രി ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇനി ഇതിൽ ഫോട്ടോഗ്രാഫി എടുത്ത് നോക്കാം. ഏറ്റവും യൂസ്ഫുള്ളായ ഒരു ഗാഡ്ജറ്റാണ് ഇത് ഫോണിലേക്ക്. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളാവുന്നത് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സാണ്. കാരണം അവരെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്നും കൂടി ബ്യൂട്ടിഫുൾ ആക്കാനോ അതുപോലെ നല്ല വൈബ് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാനും കൂടി വേണ്ടി ഈ 3 ലെൻസിൽ കൂടി കഴിയും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക, താഴെ കമൻറ്റും ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എന്നെക്കുറിച്ച് അറിയാനോ അതോ എൻ്റെ നെക്സ്റ്റ് വീഡിയോനെ കുറിച്ച് പറയാനോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഞാനത് റീഡ് ചെയ്യുന്നതായിരിക്കും.